ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്തൊന്ന് കണ്ണാടിയിലേക്ക് നോക്കിയതാ. അപ്പോഴത്തേക്കും കണ്ണിന് താഴെ മൊത്തം കറുപ്പും മൂക്കിൻ്റെ സൈഡിലത്തെ വല്ലാത്ത കരിവളിപ്പും. പിന്നെ വെച്ചൊന്ന് സ്കിൻ കെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുടിയെല്ലാം മുകളിലേക്ക് പിടിച്ച് കെട്ടി വെച്ച് എന്നിട്ട് എൻ്റെ ഫേസ് വാഷ് എടുത്തിട്ട് നല്ലോണം അങ്ങ് മുഖം കഴുകി. മുന്നെയെല്ലാം ഞാൻ ഹിമാലയൻ്റെയും ഫേസ് വാഷാണ് ഉപയോഗിക്കലുണ്ടായിന്. ഇപ്രാവശ്യം ഇതാന്ന് കിട്ടിയത്, അതുകൊണ്ട് ഇത് മേടിച്ചിട്ടിങ്ങ് വന്നു. അങ്ങനെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച ശേഷം ഫേസ് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും തേനുമാണ് എടുത്ത് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് മുഖത്ത് നല്ലോണം അങ്ങ് സ്ക്രബ് ചെയ്യും. കാപ്പിപ്പൊടിയോട് ഞാൻ യാതൊരു വിധത്തിലുള്ള കാരുണ്യം കാണിക്കില്ല. അറഞ്ചം പുറഞ്ചം അങ്ങ് മുഖത്തോടും പുരികത്തിനും കണ്ണിൻ്റെ പുറത്തും ചുണ്ടിലും എല്ലാം. പുരികത്തിന് ആരും അങ്ങനെ തേക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷെ ഞാൻ തേക്കും. ഒരു തവണ വെറുതെ യൂസ് ചെയ്തപ്പോൾ എൻ്റെ പുരികം നല്ല കറുപ്പ് വന്ന്. പിന്നെ ഇതിനെപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ പുരികത്തിനവിടെ തേച്ച് വെക്കും. അങ്ങനെ അറഞ്ചം പുറഞ്ചം കാപ്പിപ്പൊടീൻ്റെ ഉപയോഗശേഷം ഞാൻ മുഖമെല്ലാം വൃത്തി കഴുകി. ഇപ്പം കണ്ട ഗായ്സ്, നല്ല തെളിച്ചം വന്നിട്ടില്ല മുഖം. പുരികത്തിനൊക്കെ നല്ല ഡാർക്കായിട്ടുണ്ട്, ചുണ്ടിനും കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് അതിന് ശേഷം ഫേസ് മാസ്ക് ഇടലാണ്. ഫേസ് മാസ്ക് ഇടേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മുൾട്ടാനി മിട്ടിയും പനിനീരുമാണ്. മുൾട്ടാനി മിത്തിയിൽ പനിനീര് കലക്കിയിട്ട് മുഖത്ത് തേക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഒരു തരത്തിലും വേസ്റ്റ് ആക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പുരികത്തിനും ചുണ്ടിനും ഒഴികെ ബാക്കി മുഖത്തും കഴുത്തിനും തേച്ച് ഈ മുൾട്ടാണി മിട്ടി വരട്ടും. നമ്മൾ ഈ മുൾട്ടാണി മിട്ടി വരട്ടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവർ കാണാണ്ടും, പിന്നെ പുറത്തുനിന്ന് ആരും പെട്ടെന്ന് കയറി വരാണ്ടും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ രണ്ടാൾക്കാരും പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ചു പോകുന്നതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ മുഖത്ത് മൊത്തം ഞാൻ ആ മുൾട്ടാണി മിട്ടി പരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇത് ഉണങ്ങാൻ കാത്തിക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്ത ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കഴുകിക്കളയാം. കഴുകിക്കഴിഞ്ഞാൽ മുഖത്ത് വന്ന മാറ്റം നമുക്ക് നേരിട്ട് കണ്ടറിയാം. മുഖത്ത് നല്ല തെളിച്ചും കണ്ണിൻ്റെ അടിയിൽ മൂക്കിൻ്റെ സൈഡിൽ എല്ലാം കറുപ്പും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ പറ്റുന്നവരെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ.